അപ്പൊ ഇനി നമുക്ക് ഇത് കാണാം. ആ ചിക്കനിലെ ആ ഒരു ഞങ്ങളെ കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം ഇവന്മാർ എന്തൊക്കെയാണോ കാട്ടിക്കൊടുത്ത് നടത്തില്ല. സച്ചു ഇങ്ങനെ തന്നെ നന്ദി പ്രസംഗങ്ങളിൽ നടത്ത്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് സച്ചു ബ്രോയുടെയും ആവയുടെയും വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഹൗസ് വാമിംഗ് ആക്ച്വലി കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി പോലെ ഞങ്ങൾ ഇങ്ങനെ നടത്തുകയാണ്. അപ്പം വീടിന്റെ ഫുൾ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞങ്ങൾ കുറച്ചുപേര് ഇന്ന് എത്തിയിട്ടുണ്ട്, ബാക്കി എല്ലാവരും നാളെ വരും. ആക്ച്വലി നാളെയാണ് പരിപാടി. നമുക്ക് ഇങ്ങനെയാണ് എന്റെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. കിങ്ങിന് നേരത്തെ എത്തിയിട്ടുണ്ട്, ഞാനും നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം 1-2 പേരുടെ വരും അല്ലെ കിങ്ങിണി? 2 ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്, ബാക്കി എല്ലാവരും നാളെ വരും. അപ്പൊ ഇനി നമുക്ക് സച്ചുവിന്റെ ആവയുടെയും വീട് കാണാം. ആരുടെ തനക്കുട്ടനാണോ? പ്രേമിനെ അങ്ങനെ നമ്മുടെ വീടിന്റെ ഗൃഹനാഥനെ ഞാൻ ഫ്രെയിമിൽ ഓടിച്ചു വിട്ടിരിക്കുകയാണ് ഗൈസ്. കയറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റ് ആണുള്ളത്. ഇനി വീടിന്റെ ബാക്കി വീഡിയോ സച്ചു ആണ് പിടിക്കുന്നത്. ഇത് ലിവിംഗ് റൂം ആണ് കേട്ടോ. ഇത്രയും ഒരു ഏരിയ ആണ് ലിവിംഗ് റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് ലിവിംഗ് റൂം. ആ കാണുന്ന ഡോറും ഉണ്ടോ, അവിടെ ചെറിയൊരു സ്റ്റോക്ക് റൂമാണ്. പിന്നെ ലിവിംഗ് റൂം നല്ല ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കിച്ചണിലേക്ക് പോവാം. ഇതാണ് കിച്ചൺ. കിച്ചണിൽ ഒരു പിങ്കും പേർപ്പിളും ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ടോട്ടൽ കോമ്പിനേഷൻ അങ്ങനെ ഉണ്ടോ, പിങ്ക്, പേർപ്പിൾ, അതുപോലെ ഗോൾഡൻ, ബ്ലാക്ക്, ഈ ഒരു രീതിയിലാണ്. ഇപ്പൊ ലിവിംഗ് റൂമിലാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക്, ഗോൾഡൻ, അങ്ങനെയാണ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക്, പേർപ്പിൾ, അതാണ് കിച്ചണിലും അതുപോലെ ബാക്കിയുള്ള റൂംസിലും ഒക്കെ വരുന്നത്. കിച്ചണിൽ തന്നെയാണ് ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി കിച്ചണിൽ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ 2 ബെഡ്റൂം വരുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് ഗസ്റ്റ് ഒക്കെ വരുമ്പം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഇതിലും ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡോർ തുറന്ന് സ്റ്റെയറിന്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ചെറിയൊരു റൂമുണ്ട്. ഇത് ആബയുടെ മേക്കപ്പ് റൂമാണ്. ഇവിടെയാണ് ആബയുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞൊരു റൂമാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് മെയിൻ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. അപ്പോൾ ഇതിലൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അതിലും ഒരു പർപ്പിൾ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് വാർഡ്രോബ്സ് ഉണ്ട്. ഇനി നമ്മൾ ഇതിന്റെ പുറത്തായിട്ട് ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട്. അത്രയാണ് മുകളിൽ. ഇതാണ് നമ്മുടെ വിഷ്ണു. വിഷ്ണു ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഗൈസ്. നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കാൻ പോന്നേന്ന്. ഗ്രില്ല് ചെയ്യാൻ പോണോ? ഗ്രിൽഡ് ചിക്കൻ, ഫിഷ് ഗ്രിൽഡ് ചിക്കൻ. തിരിച്ചിട്ടോ? തിരിച്ചു വരണോ? ഈ സാധനം ഫ്രണ്ടിക്ക് വരണം. സച്ചു, നീ എന്ത് ഉണ്ടാക്കാൻ പോകുന്ന നിന്റെ പേരും കൂടെ പറ. ചിക്കൻ കൊണ്ടാട്ടോ. അബി പിടിക്കാ, 2 സൈഡിൽ പിടിച്ചിട്ടില്ലേ? വിഷ്ണു ഏത് ലെയറിലാണ് കയറ്റുന്നത്? അയക്ക് കേട്ടാ മതിയോ? ക്ലോസ് ചെയ്യാവോ?
വിഷ്ണു വെജിറ്റബിൾസ് എല്ലാം കൂടി നമ്മുടെ ചിക്കൻ വെച്ച് ട്രേയുടെ താഴെയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ആ ചിക്കനിലെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഫാറ്റ് സംഭവങ്ങളെല്ലാം കൂടെ അതിലേക്ക് വീഴും. ഇവിടെ ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോക്സ്, അതുപോലെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് സംഭവങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ആ ഒരു ഫാറ്റ് സംഭവങ്ങളെല്ലാം ആ വെജിറ്റബിൾസിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ വെജിറ്റബിൾസിന് ഇപ്പം നല്ല അടിപൊളി ഒരു ടേസ്റ്റിലായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്ണുയുടെ റൈസ് ഇളക്കുവാണ്. റൈസ് സെറ്റ് കുക്കറിലാണോ ഈ ബസ്മതി റൈസ് ഇത്ര കറക്റ്റിൽ വേവിച്ചെടുത്തേ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ആമ്പിള്ളേർ കുക്ക് ചെയ്യുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ് ആക്കാം കേട്ടോ, സത്യമായിട്ടോ. അതെ, ഇവന്മാർ എന്തൊക്കെയാണോ കാട്ടിക്കൊടുത്ത നേരത്തിൽ സച്ചു ഇങ്ങനെ തന്നെയാണ് ചടച്ചടിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഇളക്കുന്നതാണ്. എന്തൊക്കെയോ പൊടികളൊക്കെ ഒരു കണക്കില്ലാതെ വാരിക്കോരി ഇടും. പക്ഷെ സംഭവം എല്ലാം വെന്ത് വരുമ്പോൾ നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. വിഷ്ണു അതുപോലെ തന്നെയാണ്. നല്ല റൈസിന് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. റൈസ് മാത്രം നമുക്ക് കഴിക്കായിരുന്നു, അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച ഫിലിമും കണ്ടിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പം ഇന്നാണ് നമ്മുടെ സച്ചു ബ്രോയുടെയും ആബയുടെയും വീട്ടിലെ പരിപാടി. ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഹൗസ് വാമിംഗ് അവർ കഴിഞ്ഞതാണ്, നല്ല മുഹൂർത്തമൊക്കെ നോക്കിയിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഒരു ഗ്യാതറിംഗ് പോലെ കുറച്ച് ഫുഡും പരിപാടികളൊക്കെ ആയിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം. അപ്പം കുറെ പേരൊക്കെ ഇവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ കുറച്ച് പേരൊക്കെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു 2-3 ടീമും കൂടെ വരാനുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഗൈസ്, ഇവിടെ രണ്ടുപേരിതാ എത്തിയിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ 2 ശീതളാണ് കേട്ടോ. ഇത് ശീതൾ, അത് ശീതൾ. ആ തിരിഞ്ഞു നോക്കിയത് ശീതൾ. SHE, ഇപ്പൊ സ്പെല്ലിംഗ് മാറിപ്പോയത്. SHWTHL, ഇത് SWTHL ശീതൾ. നമ്മുടെ ബ്രൈറ്റ് ടു ബി ആണിത്. ശീതളേച്ചി പിന്നെ നിങ്ങൾക്ക് അറിയാം, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ മീൻ മേടിക്കാൻ പോയ കഥയിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ചേച്ചിക്ക് ചേട്ടന് വരാൻ പറ്റിയില്ല. എന്തായിരുന്നു ചേച്ചി ചേട്ടൻ വരാൻ എന്താ? ഓക്കെ അപ്പം നമുക്ക് താഴോട്ട് പോവാം. ബാക്കി എല്ലാവരും കാണാം. അങ്ങനെ ഫ്രണ്ട്സ് ഓരോരുത്തരുടെ വന്നോണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന്റെ ബാക്കിൽ നിൽക്കുന്ന കണ്ണനാണ് കേട്ടോ. സന്ദീപ് എന്നാണ് അവന്റെ ഒറിജിനൽ നെയിം. കണ്ണനും കിങ്ങിണിയും ഇവിടെ നിൽക്കുകയാണ്. കണ്ണ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? മുഖത്ത് ചെറിയ ക്ഷീണമുണ്ടല്ലോ. കിങ്ങിണി ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ കണ്ണന് ചിക്കൻ കൊടുക്കുന്നു. പനീർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കിങ്ങിണി. സാരമില്ല. ചിക്കൻ ഗൈസ്, ബിരിയാണി. പിന്നെ ഇത് പോർക്കാണ്. പോർക്ക് നല്ല, ഞാൻ പോർക്ക് കഴിക്കൂല. പിന്നെ വേറൊരു ബൗളിലും കൂടെ ഇരിപ്പുണ്ട് ബിരിയാണി. ഈ വീടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞങ്ങൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവരുടെ ബാക്ക് യാർഡാണ്. അടിപൊളിയായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെ വെച്ച് വിന്റർ സീസണിലൊക്കെ നമുക്കൊരു എന്താ പറയാ, ഗ്രില്ല് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റിയ അല്ലേ, നല്ലൊരു സെറ്റപ്പാണ്, നല്ലൊരു വൈബാണ് ഇവിടെ വന്നിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു, ഇവിടുത്തെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇതാണ് ബാക്ക് യാർഡ്. കിങ്ങിണിക്കിടെ വിശന്ന് ക്ഷമ നശിച്ചിട്ട് ഓറഞ്ച് വർക്ക് കഴിക്കുകയാണ്. അതെ അതെ. ഇനി എനിക്കൊന്ന് കുറച്ച് പേരും കൂടെ അല്ലേ വരാനുള്ളൂ. 2 വരാനുള്ളൂ. അവർ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം തന്നെ ഫുഡിലേക്കായിരിക്കും കിടക്കുന്നത് ഗൈസ്. രാവിലെ പുട്ടും കടക്കി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് തേച്ചു. സോറി ഗൈസ്, ഞങ്ങൾ ഇന്നലെ ഫിലിം കണ്ടിട്ട് ഉറങ്ങിയപ്പോ തന്നെ ഒരു സമയമായി. അതുകൊണ്ടിട്ട് എനിക്ക് എണീക്കാൻ പറ്റിയില്ല. പക്ഷെ രാവിലെ നമ്മൾ ദോശ കഴിച്ചു. ഇതാണ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ബാക്കി ഫ്രണ്ട്സ് എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി സച്ചുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് ആരൊക്കെയോ വരാനുണ്ട്. നമ്മുടെ സർജറിയിലെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം പ്രിയങ്ക ഡോക്ടർ. ഇപ്പൊ എന്റെ വീഡിയോസിൽ കാണാത്ത ഞങ്ങൾ 2 ഫ്ലാറ്റിലാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇത് ശ്രുതി. പിന്നെ നമ്മുടെ രോഹിത്തും മെറിനും ഇരിപ്പുണ്ട്. ബിനു ഡോക്ടറൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിനു ഡോക്ടറുടെ വീഡിയോ പിടിക്കാൻ എനിക്ക് പറ്റിയില്ലെന്ന് തോന്നുന്നു. ബിനു ഡോക്ടറും വൈഫും വന്നിട്ട് പോയി. ഇവിടെ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇത് നിന്റെ ഈ റിയാക്ഷൻ തന്നെ ഞാൻ ഇടോടാ ഗൈസ്. ഞാൻ ഇതുവരെ ഇവിടുത്തെ ഗൃഹനാഥനെയും വീഡിയോ പിടിച്ചില്ല. ഫുഡ് കഴിക്കുന്ന വ്ളോഗിലെങ്കിലും വരട്ടെ. ഓക്കെ, സച്ചോടെ
സച്ചു, നിന്നെ ഞാൻ ഇതുവരെ എന്റെ ബ്ലോഗിൽ പിടിച്ചില്ല. നീ ഒന്ന് നിൽക്കും ഗൈസ്. ഇതാണ് ഇവരുടെ ഗൃഹനാഥൻ സച്ചു പ്രകാശ്, സോറി സച്ചു സതീഷ്. നീ ഒരു നന്ദി പ്രസംഗങ്ങളിൽ നടത്ത്. ഇതുവരെ നടത്തിയ എല്ലാ പരിപാടികൾക്കും വളരെ നന്ദി, നമസ്കാരം. കഴിഞ്ഞു. ഇത് നമ്മുടെ വനീതും രജനീഷും എന്റെ ഓണം ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവന്മാരെ. നമ്മുടെ ടീമുകളെല്ലാം ഇവിടെ ഉണ്ട്, നിരന്നിരിക്കാണ്. ആ സുമീത എടുക്കുന്നത്. ഇത് കാർത്തിക്, ഇത് കണ്ടപ്പേട്ടൻ, ഇത് ദാസപ്പേട്ടൻ, എന്നിട്ട് വരുന്ന. പിന്നെ ഇത് നമ്മുടെ സ്വന്തം അമിതിന്റെ വീഡിയോസ് എല്ലാം നാണമാണ് ഗൈസ്. ഗോകുൽ ഒന്നുറക്കെ പറയൂ. ആ ഡാനിയൽ. ഇത് പിന്നെ നമുക്ക് അറിയാലോ. ആ മുഖം കാണിച്ചേ, ക്യൂട്ട്നെസ് ഓവർലോഡഡ്. കിങ്ങിണി ക്യൂട്ട്നെസ് ഓവർലോഡഡ്. ശ്രുതി ഫുഡ് എങ്ങനെയുണ്ട്? ശ്രുതി റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്ത ആളാണ് ഗൈസ്. ശ്രുതി പറയൂ, എങ്ങനെയുണ്ട് UK എക്സ്പീരിയൻസസ്? ഇഷ്ടപ്പെട്ടോ? വുഡൽസ്പ എങ്ങനെയുണ്ട്? ഗൈസ്, പ്രിയങ്ക ഡോക്ടറുടെ ബിരിയാണി വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ തീർന്നു. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടികൾ. മെയിനായിട്ട് ഫുഡ് അടി ആയിരുന്നു. അത് അങ്ങനെയാണല്ലോ, മലയാളികൾ ഒത്തുകൂടിയാൽ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. പോവാണോ? അങ്ങനെ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. നാളെ ഇനി എല്ലാവർക്കും ഡ്യൂട്ടിക്ക് വേണം. അതിന്റെ സങ്കടത്തിലാണ് എല്ലാരും. എന്റെ വീട്ടിൽ വന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ബൈ. ഗൈസ്, അപ്പൊ നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതാ തിരിച്ച് ഞാൻ ഇർഫാന്റെയും ഒക്കെ കൂടെ തിരിച്ച് എന്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യണം കേട്ടോ, പ്ലീസ്.